നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒട്ടേറെ ഗുണഫലങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അവിസ്മരണീയമായ നേട്ടങ്ങളുടെ ഒരു സമയമാണ്. ഐശ്വര്യം ഇവരെ കടാക്ഷിക്കുന്ന, എല്ലാ മേഖലകളിലും അനുകൂലമായ ഫലങ്ങൾ സംഭവിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തുന്നു. സാമ്പത്തിക നിലയിൽ വലിയ പ്രതീക്ഷകൾ വച്ചു പുലർത്താൻ ഇവർക്ക് സാധിക്കും. ഒട്ടേറെ അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. ജോലി സംബന്ധമായി ഒക്കെ ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറി അനുകൂലമായ ജോലി ലഭിക്കുകയും മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. സാമ്പത്തിക നേട്ടം ഇവർക്ക് ലഭിക്കുന്ന സമയമാണ്. കുടുംബപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും വന്നു ചേരുന്നു. വരുമാന വർധനവ് ലഭിക്കുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യകരമായിട്ടുള്ള അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സാമ്പത്തിക നേട്ടവും കുടുംബ ഐശ്വര്യവും ഒക്കെ വർദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ അവിസ്മരണീയമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാർ. അതിനു മുന്നോടിയായി എന്റെ ഉപാസന ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണമായ നേട്ടത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. സങ്കല്പം ഉണ്ടായിരിക്കും. തങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. നേട്ടങ്ങൾ ഒരു പിടി വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന കാലമൊക്കെ കഴിയുന്നു. ജോലി സംബന്ധമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. യാത്രകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. പ്രത്യേകിച്ചും ബിസിനസ് സംബന്ധമായി യാത്രകളിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ ഇവർക്ക് സാധിക്കും. വരുമാന വർധനവ് വന്നു ചേരും. കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ പോകുന്ന കാലഘട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറുകയും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഈ നക്ഷത്രക്കാർ നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ട് ആഗ്രഹിച്ച ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. കുടുംബത്തിൽ ഐശ്വര്യസമ്പൂർണമായ സ്വസ്ഥമായ സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നു. അനുകൂലമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് മോദകം വഴിപാട് സമർപ്പിക്കുക. പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഈ ഒരു വഴിപാട് ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഭഗവാന്റെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാകും. ഭഗവാന്റെ സാന്നിധ്യം ഇവരുടെ കൂടെ വന്നു ചേരും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകൾ പൂണിയുന്ന ഒരു സമയമാണ്. ഫലങ്ങൾ ഒട്ടനവധി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന മികച്ച ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായി ഇവർക്ക് വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരും. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. സമാധാനമായ അന്തരീക്ഷം ഇവർക്കുണ്ടാകും. സാമ്പത്തിക ഭദ്രത ഉണ്ടാകും. കുടുംബ ഐശ്വര്യം വർദ്ധിച്ച് കാണുന്നു. ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. വഴിപാടുകൾ സമർപ്പിക്കുക. ഭഗവാന് പാലഭിഷേകം വളരെ ശ്രേഷ്ഠമാണ്. ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ തടസ്സങ്ങൾ മാറുകയും എല്ലാവിധ പുരോഗതിയും ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹമുണ്ട്. ഈശ്വരാനുഗ്രഹത്തിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഇവരെ തേടിയെത്തുന്നു. അതോടൊപ്പം തന്നെ പൊതുവെ അനുകൂലമായ ഫലങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന സമയം കൂടിയാണ്. നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ്. ഐശ്വര്യസമ്പൂർണമായ നേട്ടങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന, പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ട് വലിയ ഉയർച്ചകളും സ്ഥാനമാനങ്ങളും സ്ഥിതിയും വളരെ മെച്ചമായി ഉണ്ടാകും. വിദേശ രാജ്യത്ത്
ജോലി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഈശ്വരാനുഗ്രഹം എല്ലാ വിധത്തിലും അനുഭവിക്കാൻ സാധിക്കുന്നു. ഇവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ വിജയം വന്നു ചേരും. സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങളും ഉയർച്ചകളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരും. കുടുംബ ഭദ്രത വീണ്ടെടുക്കാൻ ഇവർക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. തടസ്സങ്ങൾ മാറുകയും അലസത മാറി ഉത്സാഹത്തോടുകൂടി പഠന വിഷയങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുകയും മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ്. പുണർദം നക്ഷത്രക്കാർക്ക് മികച്ച നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ഭഗവാന് തുളസിമാല, പാൽപായസം ഇത്യാദി വഴിപാടുകൾ വ്യാഴാഴ്ച ദിവസം കഴിപ്പിക്കുക. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരും. പൂയം നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായ ഫലങ്ങളാണ്. ഈശ്വരാനുഗ്രഹമുണ്ട്. ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവരെ എല്ലാവിധത്തിലും തേടിയെത്തുന്ന സമയമാണ്. വിജയ പ്രതീക്ഷ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതോടുകൂടി വലിയ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഇവർക്ക് ലഭ്യമാകുന്നു. കുടുംബപരമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറുകയും ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ്. ജോലി സംബന്ധമായിട്ട് വലിയ ഉയർച്ചകൾ സംഭവിക്കുന്ന സമയം. കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ദൈവാനുഗ്രഹത്തോടുകൂടി അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും പണസംബന്ധമായിട്ട് നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ, സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക സ്ഥിതിയിൽ വലിയ പുരോഗതി വന്നു ചേരുന്ന സമയമാണ്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന അവസ്ഥകളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നു. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് കൂളമാല ചാർത്തി പ്രാർത്ഥിക്കുക. ജലധാര, പിൻവിളക്ക് ഇത്യാദി വഴിപാടുകൾ ചെയ്യുക. അതിലൂടെ ഐശ്വര്യവും സമൃദ്ധിയും ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു. ഗുണങ്ങൾ ഒട്ടേറെ വന്നു ചേരുകയും കുടുംബപരമായ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യുന്ന പ്രതീക്ഷകൾ പൂവണിയാൻ സാധിക്കുന്ന അവസ്ഥകൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ജോലി സംബന്ധമായ അനുകൂലമായ ഒട്ടനവധി ഫലങ്ങൾ വന്നു ചേരുന്നു. കടങ്ങളൊക്കെ തീർക്കാൻ സാധിക്കുന്നു. സാമ്പത്തിക ഉന്നതി ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുടുംബ ഐശ്വര്യമുണ്ട്. സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. സഹോദരങ്ങൾ ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്കും ജീവിത വിജയം വന്നു ചേരുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു. മാനസിക പിരിമുറുക്കം മാറി മനസ്സന്തോഷമൊക്കെ വന്നു ചേരുന്നതിനും മികച്ച അനുകൂലമായ സ്ഥിതിവിശേഷം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും ഏറ്റെടുത്ത കാര്യങ്ങൾ വളരെ അനുകൂലമായ സ്ഥിതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വലിയ തോതിൽ തന്നെ വന്നു ചേരുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ ഫലങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.